ഈ ലിറിക്സ് വരുന്നത് എങ്ങനെയാണ്? പേഴ്സണൽ എക്സ്പീരിയൻസ് നിന്നാണോ, പ്രേയേഴ്സ് നിന്നാണോ, ബൈബിളിൽ നിന്നാണോ? ലിറിക്സ് വരുന്നത് അതായത് ഇപ്പം മീനു അതെ നമ്മളെല്ലാം നമ്മൾ വെറുതെ ജനിക്കപ്പെട്ടവരല്ലെന്ന് ഞാൻ കരുതുന്നത്. എന്തിനു വേണ്ടി ഞാൻ സൃഷ്ടിക്കപ്പെട്ടോ അവിടെ ഞാൻ അത് നിയോഗിക്കപ്പെട്ട വ്യക്തിയാണ്. പക്ഷേ അത് എന്നെ മെനഞ്ഞവനുമായിട്ടുള്ളൊരു കണക്ഷൻ നമുക്ക് ആവശ്യമുണ്ട്. ഞാനിപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നൊരു ലിങ്ക്. അപ്പോൾ അങ്ങനെ ഒരു ധ്യാനാത്മകമായി ചിന്തിക്കുമ്പോൾ എനിക്ക് കിട്ടിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിവുകൾ, സർഗ്ഗാത്മക കഴിവുകൾ മുഴുവൻ ഇതെനിക്ക് വേണ്ടിയുള്ളതല്ല. അദൃശ്യനായ ദൈവത്തിന് ലോകത്തോട്, ഹൃദയങ്ങളോട് സംസാരിക്കേണ്ടതുണ്ട്. അതിന് മീനുവിനെയും എന്നെയൊക്കെ ദൈവം നിയോഗിക്കുക. അങ്ങനെ ഞാൻ കരുതുകയാണ്. എൻ്റെ ഒരു വിശ്വാസം അങ്ങനെയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ ദൗത്യം ഞാനായിട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താ? മനുഷ്യൻ ആകുലതകളും ഉത്കണ്ഠകളും നൊമ്പരങ്ങളും വേദനകളും എല്ലാമായി പരക്കം പായുന്ന അവസ്ഥയിൽ നീ തളരണ്ട, നീ പേടിക്കണ്ട, നീ എല്ലാം ശരിയാവുന്നേ, ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നൊരു പ്രത്യാശ ഒരു നിമിഷം കൊടുക്കാൻ കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമല്ലേ? അപ്പോൾ അതിനു വേണ്ടി തന്നെയാണ് ദൈവത്തിൻ്റെ പല കരുതലും കാവലും കരങ്ങളെല്ലാം അതിനു വേണ്ടിയാണെന്ന് ഞാൻ കരുതുക. അപ്പോൾ അതിൻ്റെ ആ ദൗത്യ നിർവഹണത്തിന് നമ്മളെ വിട്ടുകൊടുക്കുക, കഴിയുന്ന പോലെയൊക്കെ ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്ന ഈ രചന എനിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ എൻ്റെ സ്വന്തമോ അല്ല, മറിച്ച് അത് ദൈവത്തിൻ്റെ, ഈശ്വരൻ്റെ ഹിതമാണത്. ദൈവം എന്ത് പറയുന്നു അത് കഴിയുന്നത് പോലെ അനുസരിച്ച് ചെയ്യാൻ കഴിഞ്ഞാൽ അത് കേൾക്കുന്നവരിൽ വലിയ മാറ്റം വരുത്തും.